ഇന്നത്തെ വീഡിയോ പറമ്പിക്കുളം ടൈഗർ റിസർവിലെ രണ്ടാമത്തെ ദിവസത്തെ സഫാരി ട്രിപ്പാണ്. പോകുന്ന വഴിക്ക് അനവധി സൈറ്റിംഗ് കിട്ടാനായിട്ട് ഇട വന്നു. പിന്നെ നേരെ പോയത് കന്നിമരത്തേക്ക്, വേൾഡിലെ ഏറ്റവും വലിയ തേക്കായ കന്നിമരത്തേക്കിൻ്റെ അവിടെയൊക്കെ പോയി ആ റൂട്ടാണ് പോയത്. പോകുന്ന വഴിയിൽ ഞങ്ങളുടെ ഗൈഡ് ഞങ്ങളുടെ കൂടെ വണ്ടിയിലുണ്ടായിരുന്നു. പറമ്പിക്കുളം ടൈഗർ റിസർവിൽ മാത്രമേ ഉള്ളൂ ഫോറസ്റ്റ് സഫാരിയിൽ നമ്മുടെ ഓൺ വെഹിക്കിൾ യൂസ് ചെയ്യാൻ പറ്റുന്നത്. പെർ ഹെഡ് 250 രൂപയാണ്. നമ്മുടെ ഓൺ വണ്ടി തന്നെ യൂസ് ചെയ്യാം. അവർ ഒരു ഗൈഡ് നമ്മുടെ കൂടെ കാണും. ഇന്നലെയാണോ മിനിഞ്ഞാന്നാണോ പുലിയെ കണ്ടത്? ഇന്നലെയോ? നമ്മളോട് ബസ് വന്നില്ലേ? നമ്മുടെ ബാക്കിൽ വന്നത്. ഓക്കെ. രാത്രിയിലോ അതോ? നമ്മുടെ ബാക്കിൽ തന്നെ വരുന്നുണ്ട്. പറമ്പക്കുളത്ത് വെച്ച് നടന്നിട്ട് 4 ട്രൈബൽസ് ആണ്. ഒന്ന് മലസർ, മലമലസർ, മനസ്സാണോ? മലസർ, മലമലസറുണ്ട്, കാടലുണ്ട്, പിന്നെ മുതുവാന്മാർ. ഈ മുതുവാന്മാർ കാടന്മാരൊക്കെ കഴിഞ്ഞാൽ അവർ മലയാളം ഇത്തിരി അവരുടെ ഭാഷയിൽ കുറച്ചും കൂടി മലയാളം കൂടിയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ മലമലസറിന് വന്നിട്ട് തമിഴ് മലയാളം മിക്സിംഗ് ഉണ്ട്. അവർക്ക് തമിഴ് മിക്സിംഗ് ഉണ്ട്. നമുക്ക് പെട്ടെന്ന് തമിഴ് അത്ര പിടികിട്ടില്ല. തമിഴിലാണല്ലോ പറഞ്ഞത്. നമ്മൾ തമിഴിലാണ് പറഞ്ഞത്. അവൻ ഇവിടെ എഴുതാൻ പഠിക്കുന്നുണ്ടോ? മലയാളമാണ്. നമ്മൾ പഠിച്ചത് തമിഴ് എഴുതാനും വായിക്കാനൊക്കെ അറിയാം. ഫസ്റ്റ് സൈറ്റിങ് തന്നെ കാട്ടുപോത്തിൻ്റെ ഒരു കൂട്ടത്തെ ഉണ്ട്. അനവധി കാട്ടുപോത്തും ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്തൊരു കുട്ടി കാട്ടുപോത്തും ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നു. നല്ല രസം, അതിനെ കാണാൻ നല്ല രസമൊക്കെ ആയിരുന്നു. വണ്ടികളൊക്കെ സ്ഥിരം പോകുന്നതുകൊണ്ടായിരിക്കാം, സഫാരി റൂട്ടായതുകൊണ്ടായിരിക്കാം അത് വണ്ടി വന്നുടനെ പേടിച്ചോടി പോകുകയൊന്നും ചെയ്തില്ല. അവിടെ തന്നെ നിന്ന് അത് അതിൻ്റെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതിൻ്റെയൊക്കെ ഫോട്ടോ എടുത്ത് ഞങ്ങൾ പിന്നെ മുമ്പിലോട്ട് പോയി. നാട്ടിലെ പശുവിനെക്കാട്ടും നല്ല സൈസും കാര്യങ്ങളൊക്കെയാണ്. ഷിമാരെ മെയിനായിട്ട് ഭംഗി എന്ന് വെച്ചാൽ കാലിൽ ഷൂ ഇട്ട പോലെ, പട്ടാളക്കാർ പരേഡിനിറങ്ങിയ പോലെ അടിപൊളിയാണ് കാണാനായിട്ട്. അത് നമ്മൾ നോക്കിയെന്നു, അതൊരു വെറൈറ്റി ആയിട്ട്. ആ കുട്ടി കാട്ടുപോത്തിനെ നോക്കി എന്ത് നല്ല ഭംഗിയാണ്. അതാണെങ്കിൽ നമ്മളെ ആന്നേ തുറച്ച് നോക്കിക്കൊണ്ടിരിക്കും. വിചിത്രമായി വണ്ടി കാണുന്ന പോലെ അതിൻ്റെ നോട്ടം. ഇഷ്ടംപോലെ കാട്ടീസാണ്. കാട്ടുപോത്തിനെയൊക്കെ കണ്ട് ക്ലോസ് ആയിട്ട് കണ്ട് മടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെ മുമ്പിലോട്ട് നോങ്ങി. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് കന്നിമര തേക്ക്. ഇതാണ് ആ തേക്ക്. ഏഷ്യയിലെ ഏറ്റവും വലിയ തേക്കാണിത്. അതിൻ്റെ വിശദമായിട്ടുള്ള ഡീറ്റെയിൽസുകളുണ്ട്. 500 വർഷം പഴക്കമുണ്ട് ഇതിന്. ഹൈറ്റ് 42.39 മീറ്റർ. അതിൻ്റെ വീതി നോക്കുക, കുറച്ചൊന്നുമല്ല, അടിപൊളി സാധനം. ഏഷ്യയിലെ ഇതാണ് കന്നിമര തേക്ക്. ഒരു മനുഷ്യൻ 5-6 പേര് പിടിച്ചാലും ഒന്നും ആകത്തില്ല. ഇതാണ് ഈ തേക്കിൻ്റെ അവസ്ഥ. ഇവിടെയുള്ള തേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലത്ത് ഇതിനെയും കാട്ടി വലിയ തേക്കുകളൊക്കെ ഉണ്ട്. കാരണം അത് വന്ന് വെച്ച് പിടിപ്പിച്ചതാണ്. ഇത് വന്ന് നാച്ചുറലായിട്ട് വന്ന തേക്കാണ്. ലാസ്റ്റ് മുറിക്കാതെ നിൽക്കുന്ന തേക്ക് പറഞ്ഞാൽ ഈ പറമ്പിക്കുളത്തിൽ ഇത് ഒരെണ്ണം മാത്രമാണ്. ഇത് മുറിക്കണ സമയത്ത് ഇതാണ് ലാസ്റ്റ് മുറിക്കാൻ പോണത്, ഇരുന്ന തേക്ക് മരം. അപ്പോൾ ഇത് മുറിക്കണ സമയത്ത് ബ്ലഡ് വന്ന് പറഞ്ഞിട്ടാണ് ഇത് മുറിക്കാതെ നിർത്തിയത്. ബ്ലഡ് വന്ന ബ്ലഡല്ല, അതൊരു ലിക്വിഡാണ്. തേക്ക് മരത്തിൽ ഉള്ള ഒരു ലിക്വിഡാണ്. നമ്മുടെ തേക്ക് ഇലയിൻ്റെ തണ്ട് അത് പൊട്ടിച്ചിട്ട് കൈ തിരുമ്പി കഴിഞ്ഞാൽ ഒരു ചുവപ്പ് കളർ ലിക്വിഡ് പോലെ വരും. അതേപോലെയാണ് മുറിക്കുമ്പോൾ വന്നത്. അത് കണ്ടിട്ടാണ് അവർ ബ്ലഡാണ് പറഞ്ഞിട്ടാണ് പേടിച്ചിട്ട് അവർ മുറിക്കാതെ നിർത്തിയത്.
അതിൻ്റെ കൂടെ ഉള്ളത് മുറിച്ചു അല്ലേ? ബാക്കിയുള്ളതൊക്കെ മുറിച്ചു. അതപ്പുറത്തായിരുന്നു അല്ലേ? അപ്പുറത്തായിരുന്നു. അപ്പോൾ അത് മുറിക്കാതായ ശേഷം ഞങ്ങളുടെ പണ്ടത്തെ ആൾക്കാർ ഇത് കന്നിമര തേക്കായിട്ട് അവർ പറഞ്ഞു. തേക്ക് എന്നാണ് പേര്. കന്നിമര പറഞ്ഞിട്ട് പണ്ടത്തെ ആൾക്കാർ ഒരു ദൈവത്തിനെ പോലെയാണ്, ആദിവാസികളുടെ ഒരു ദൈവം പോലെയാണ് ഇതിനെ കാണുന്നത്. പണ്ടത്തെ ആൾക്കാർ പൂജയൊക്കെ ചെയ്യുന്നുണ്ട്. പൂജയൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഇപ്പോഴത്തെ ആൾക്കാർ പിന്നെ അതൊന്നും നോക്കുന്നു. പിന്നെ ടൂറിസ്റ്റുകാരാണ്. ഏകദേശം ഇതിൻ്റെ വേരുകളൊക്കെ നല്ല രീതിയിലുണ്ട്. ഇത് മണ്ണിട്ട് കെട്ടി വെച്ചിരിക്കുകയാണ്. ഇത് എന്തിനാ ഇത് കെട്ടി വെച്ചേക്കുന്നത്? ഇത് വരുന്ന ടൂറിസ്റ്റുകാർ കാണാൻ വേണ്ടിയിട്ടാണ് ചുറ്റും കെട്ടിയത്. നേരത്തെ ഇത് കെട്ടിയിട്ടൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ അടിഭാഗത്തൊരു വീതിയുണ്ട്. അടിഭാഗത്ത് കുറച്ച് വീതിയുണ്ട്. അത് കാരണം അതിൽ വേരിൽ കൂടെ അവർ അടുത്ത് വന്ന് പിടിക്കാനോ ഒന്നിനും പറ്റില്ല. അപ്പോൾ അത് കാരണം അതിന് ചുറ്റും കല്ല് വെച്ച് കെട്ടിയിട്ട് മണ്ണിട്ട് വെച്ചിരിക്കുകയാണ്. ഹായ്, എങ്ങോട്ടാ? എല്ലാവരും കൂടെ എങ്ങോട്ടാ? ഇങ്ങോട്ടാണോ നോക്കുന്നത്? ഇങ്ങോട്ടാണ്. കഴിഞ്ഞ് ഡാമൊക്കെ പോയിട്ട് വന്ന് പതുക്കാണ്. നമ്മുടെ സഫാരിയുടെ അടുത്തൊരു സ്പോട്ടാണ്. ഇതൊരു ഡാം. ഇത് ഡാമല്ലേ? ഡാമിൻ്റെ പേരെന്താ? പേരുവാരി ഡാം. പേരുവാരി ഡാം. അത് കാണുന്നതാണ് ഐലാൻഡ്. അത് പേരുവാരി ഐലാൻഡാണ്. കാണുന്നൊരു ഐലൻഡാണ് പേരുവാരി ഐലൻഡ്. അവിടെ ഉണ്ടോ? അവിടെ മൂലയ്ക്ക് കാണുന്നു. ആൾക്കാർ ചൂണ്ടയിടാൻ വേണ്ടി വരുന്നത്. ഇവിടുത്തെ ആൾക്കാർ തന്നെയാണോ? ഇവിടെ കൊണ്ട് ഞങ്ങളുടെ സഫാരി അവസാനിച്ച് തിരിച്ചു പോവുകയാണ്. ഇനി ഒരു ട്രക്കിങ്ങിൻ്റെ വീഡിയോ ഇവിടെ വരാനുണ്ട്. അതും വളരെ സൈറ്റിംഗ് ഒക്കെ ഉള്ള ട്രക്കിങ്ങാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽ അറിയണമെങ്കിൽ പറമ്പിക്കുളം.org എന്ന സൈറ്റ് വിസിറ്റ് ചെയ്താൽ മതി.